പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. സോറി അനുരാധ, നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ചെയ്തതാണ്. നിനക്ക് ഇത്രമാത്രം ഫീലാകുമെന്ന് കരുതിയില്ല. നിനക്കിപ്പോഴും ഉൾക്കൊള്ളാനായില്ലെങ്കിൽ നമുക്ക് പിരിയാം. വെറുതെ ഇഷ്ടമില്ലാതെ ജീവിതം ജീവിച്ച് തൻ്റെ ലൈഫ് കളയുന്നല്ലോ. നമ്മുടെ രണ്ടുപേരുടെയും വീട്ടുകാരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. രാധവിനെ ഒളിക്കണ്ടിട്ട് നോക്കി മുഖത്ത് ആവശ്യത്തിൽ കൂടുതൽ സങ്കടം വാരി വിതറിക്കൊണ്ട് ധ്യാൻ പറഞ്ഞു. ആ, ഞാൻ കെട്ടിയ താലിയും കഴിച്ചെന്നേക്ക്. ഇനിയും നിന്നൊരു ഭാരമായിട്ട് അത് വേണ്ട. ഒന്നും പറയാൻ നിൽക്കുന്ന രാധവനെ നോക്കി വീണ്ടും ധ്യാനം പറഞ്ഞതും രാധൻ ഞെട്ടിയവനെ നോക്കി. പിന്നെ തൻ്റെ നെഞ്ചിലേക്ക് പറ്റി കിടക്കുന്ന താലി തൻ്റെ കൈകൊമ്പിളെടുത്ത് പിന്നെ ധ്യാനം നോക്കി. അങ്ങനെ വല്ല മോഹം ഉണ്ടെങ്കിൽ അങ്ങ് മറന്നേക്ക്. എന്നോട് നിങ്ങൾ ചെയ്തതിനുള്ള ശിക്ഷയായിട്ട് ഈ ജീവിതകാലം മുഴുവൻ നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ. അത് പറഞ്ഞ് രാധ അവിടെ നിന്ന് പോകാൻ നിന്നതും ധ്യാൻ അവളെ കയ്യിൽ പിടിച്ചു നിർത്തി. നിനക്കിഷ്ടമില്ലാത്ത ഈ ജീവിതം ഇനിയും തുടരുന്നതിൽ അർത്ഥമല്ല രാധ. ധ്യാൻ മുഖത്ത് കള്ള ഗൗരവം വരുത്തിക്കൊണ്ട് രാധുവിനോടായി പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമല്ലെന്ന്. എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടം. നിങ്ങൾ എന്നോട് അങ്ങനെയൊക്കെ ചെയ്തതിനാ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത്. ധ്യാനിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് രാധു പറഞ്ഞതും ധ്യാൻ സന്തോഷത്തോടെ അവൾ ഇറുകെ പോന്നു. സോറി അനുരാധ, നിന്നെ ഒത്തിരി വിഷമിപ്പിക്കുന്നു ഓർത്തില്ല. എല്ലാത്തിനും സോറി, ക്ഷമിക്കടി എന്നോട്. രാധുവിന് ഇറകപ്പെടുന്ന അവളുടെ മുഖമെല്ലാം ചുംബനം കൊണ്ടും മൂടി പറഞ്ഞതും രാധു ധ്യാന്റെ ബനിയനിൽ മുറുകെ പിടിച്ച് അവനോട് ചേർന്ന് തന്നു. സോറി രാധു, ഇനിയെങ്കിലും എന്നോട് ക്ഷമിക്കടി. ധ്യാൻ രാധുവിന്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു. ഇനി ഇതുപോലൊന്നും ചെയ്യരുത്. ഇല്ല, ഒരിക്കലും എൻ്റെ ഭാഗ്യത്തിന് അങ്ങനെ ഒന്നും ഉണ്ടാകില്ല. ധ്യാൻ ഉറപ്പോറെ പറഞ്ഞത് കേട്ട് രാധു ഒന്ന് ഉയർന്ന് ധ്യാന്റെ കവിളിൽ സ്നേഹത്തോടെ ചുണ്ട് ചേർത്തതും ധ്യാനും അവളെ ഇറുകെ ചേർത്ത് പിടിച്ചു. അതെ, പിടിയൊന്ന് വിടുവോ, എനിക്ക് വിശക്കുന്നു, ഭക്ഷണം കഴിക്കണം. രാധു അതും പറഞ്ഞ് ധ്യാന്റെ കൈകളയച്ച് അവിടുന്ന് പോയതും ഒരു കിസ്സരിക്കുന്ന പ്രതീക്ഷയോടെ നിന്നിരുന്ന ധ്യാൻ കാറ്റടിച്ചു വിട്ട് ബലൂൺ കണക്കി അവൾ പോകുന്നു നോക്കി നിന്നു. എങ്കിലും ഒരു പരിധിവരെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ പറ്റിയ സന്തോഷത്തിൽ ധ്യാൻ അടുക്കളയിലേക്ക് പോയതും അവൻ വരുമ്പോഴേക്ക് രാധു തന്നെ കഴിക്കാനുള്ളതെല്ലാം എടുത്തുകൊണ്ട് വന്ന് ടേബിളിൽ വെച്ചിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ വാതോരാതെ സംസാരിക്കുന്ന രാധവിനെ ധ്യാൻ മിഴിവെട്ടാതെ നോക്കിയിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യമായാണ് തങ്ങൾക്കിടയിൽ മൗനം കടന്നു വരാതിരിക്കുന്നതെന്ന് ധ്യാന് തോന്നി. രാധവിനൊന്നും മാറ്റം ആലോചിച്ചപ്പോൾ ധ്യാൻ്റെ ഉള്ളൊന്ന് കുതിർന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് രാധ റൂമിലേക്ക് പോയതും ബാക്കി പണി തീർത്ത് ധ്യാൻ റൂമിലേക്ക് വരുമ്പോൾ രാധ കിടന്നിരുന്നു. ഇതെന്തിനാ? പതിവ് പോലെ രാധു ബെഡിന്റെ നടുവിൽ പില്ലോ വെച്ചത് കണ്ട് ധ്യാൻ രാധവിനെ നോക്കി സംശയത്തിൽ ചോദിച്ചു. നേരത്തെ കണ്ണു പിടിച്ച് നോക്കി നിൽക്കുന്നത് കണ്ടല്ലോ. രാധു ധ്യാനെ നോക്കി പുരിക്കം പൊക്കിക്കൊണ്ട് ചോദിച്ചു. നയനമനോഹര ദൃശ്യങ്ങൾ കണ്ട ആരായാലും നോക്കിപ്പോകില്ലേ? ധ്യാൻ രാധവനെ കണ്ട കാര്യം ആലോചിച്ച് കുഞ്ഞൊരു ചിരിയോടെ പതിയെ പറഞ്ഞു. എന്തുവാ? ധ്യാൻ പറയുന്നത് വ്യക്തമായി കേൾക്കാത്ത രാധു അവനെ നോക്കി സംശയത്തിൽ ചോദിച്ചു. ഒന്നുമില്ല, അറിയാതെ നോക്കിപ്പോയതാ. തെറ്റായെങ്കിൽ സോറി. ഇനി ഈ പില്ലെടുത്ത് ഒഴിവാക്കിക്കൂടെ? ധ്യാൻ അവളെ നോക്കി ചോദിച്ചു. പറ്റത്തില്ല, എന്നെ കുറെ നിങ്ങളുടെ പിറകെ നടത്തിച്ചില്ലേ? അതുമല്ല, അന്നൊക്കെ എന്നെ കണ്ണുപിടുന്ന ചീത്ത പറഞ്ഞ് ഓടിക്കുകയും ക്ലാസ്സിൽ പുറത്താക്കുകയും ചെയ്തില്ലേ? പകരം വീട്ടാണല്ലേ? ധ്യാൻ ഊരൊക്കെ കൈകൊടുത്ത് രാധവിനെ നോക്കി ചോദിച്ചു. ആ, അങ്ങനെയും പറയാം. വേണേ വന്ന് കിടന്നുറങ്ങാൻ നോക്ക്. പിന്നൊരു കാര്യം, എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ അടുത്തേക്ക് വരരുത്, പറഞ്ഞേക്കാം. അതും പറഞ്ഞ് തലവഴി പുതപ്പും മൂടി രാധു ബെഡിൻ്റെ അരികെ പറ്റി കിടന്നു. നിന്നെൻ്റെ കൈ കിട്ടും, അന്ന് ഞാൻ എടുത്തോളാം. ധ്യാൻ രാധവിനെ നോക്കി പറഞ്ഞ് നിരാശയോടെ ബെഡിൻ്റെ മറുസൈഡിൽ കയറി കിടന്നു. ഈ ചായ എങ്ങനെയുണ്ട്, കൊള്ളാവോ? കരിമ്പച്ച കളർ ബോർഡറോട് കൂടിയ സെറ്റ് നേരിയതും അതിലേക്ക് മാച്ചായ കരിമ്പച്ച കളർ ബ്ലൗസും ഇട്ട് മുടി കുളിർപ്പിന്നിൽ കെട്ടി വിടർത്തിയിട്ട് അണിഞ്ഞൊരുങ്ങി കുഞ്ഞുട്ടിനോടൊപ്പം മുറ്റത്തേക്ക് വന്ന് ബൈക്കിലിരിക്കുന്ന ഡേവിഡിനോടായി ചോദിച്ചു. അടിപൊളിയായിട്ടുണ്ട്, പക്ഷെ എന്തൊരു കുറവുണ്ട്. ഡേവി മിത്രയെ അടിപൊളി നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്ത് കുറവ്? മിത്ര ചുണ്ടു ചുളുക്കി ഡേവിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ കൊച്ചേ, ഒന്നുമില്ല. നീ വന്ന് വണ്ടി കയറി, അല്ലെങ്കിൽ നിന്റെ പാട്ടി കാണാൻ പറ്റത്തില്ല. ഡെബി പറഞ്ഞത് കേട്ട് മിത്ര കയ്യിലുള്ള സമ്മാന പൊതിയുമായി വേഗം വന്ന് ഡെബിയുടെ കൂടെ ബൈക്കിൽ കയറിയിരുന്നു. പോവാം. മിത്ര കയറിയതും ഡെബി ചോദിച്ചതും മിത്ര അതേന്ന രീതിയിൽ തലയാട്ടി ഡെബിയെ ചുറ്റിപ്പിടിച്ചിരുന്ന് കുഞ്ഞുടിനോടും ഡാനിയോടും കൈവീശി കാണിച്ചതും അവൾ പോകുന്നതിൽ പൂർണ്ണ താല്പര്യമില്ലെങ്കിലും അവരും അവരെ നോക്കി കൈവീശി കാണിച്ചു. ഇന്നാണ് പാട്ടിയുടെ പിറന്നാള്. വീട്ടിലുള്ള ഫംഗ്ഷന് പോകാത്തത് കൊണ്ട് രാവിലെ പാട്ടി ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ കാണാമെന്ന് കരുതി ഡെബിയെയും കൂടി മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയതാണ് ഇരുവരും. പാട്ടിയെ കാണാൻ പോകുന്നതായതുകൊണ്ട് കുഞ്ഞൂട്ടിനും ഡാനിക്കും മിത്ര പോകുന്നത് പോലെ താല്പര്യമൊന്നുമില്ല. ഈ ചായ അവര് വന്നിട്ടില്ല, ഏതായാലും ഞാൻ തൊഴുതിട്ട് വരാം.
തിരക്കായ മനസമാധാനത്തിൽ തൊഴാൻ പറ്റില്ല. സമ്മാനപ്പൊതി രവിയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ദേവ, ഒന്ന് നിൽക്ക്. ബൈക്കിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടന്നുകൊണ്ട് രവി പറഞ്ഞതും മിത്ര സംശയത്തിൽ അവനെ നോക്കി. എന്താ ചായ? ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം. അത് പറഞ്ഞ് ഡേവിഡ് അപ്പുറത്തുള്ള കടയിലേക്ക് പോയതും മിത്ര സംശയത്തിൽ അവനെ നോക്കി നിന്നു. തിരിച്ചു വന്ന രവിയുടെ കയ്യിലുള്ള സാധനം കണ്ടതും മുഖം വിടർന്നു. ഇത് വാങ്ങിക്കാനാണോ ഈ ചായ പോയത്? ഡെവിയുടെ കയ്യിലുള്ള മുല്ലപ്പൂമാല കണ്ട് മിത്ര ചിരിയോട് അവനെ നോക്കി ചോദിച്ചതും ഡെവി മിത്രയെ നോക്കി കണ്ണു ചിമ്മി ചിരിച്ച് മിത്രയെ തിരിച്ചു നിർത്തി അവളുടെ മുടിയിൽ മുല്ലപ്പൂ ചൂടിക്കൊടുത്തു. ഇതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, ഇപ്പൊ ശരിയായി. എൻ്റെ ദേവ ഒന്നുകൂടെ സുന്ദരിയായിട്ടുണ്ട്. മിത്രയെ നേരെ തിരിച്ചു നിർത്തി ഇത്തിരി പിറകിലേക്ക് മാറി നിന്ന് കൈകൾ രണ്ടും ബാക്കിലേക്ക് പിടിച്ചു വെച്ച് മിത്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും മിത്ര ഡെവി പറഞ്ഞത് കേട്ട് നാണത്തോടെ മുഖം താഴ്ത്തി. ഇവിടെ തന്നെ നിൽക്കാതെ ഉള്ളിലേക്ക് പോയി തൊഴാൻ നോക്കു കൊച്ചേ. ഡെവി മിത്രയുടെ ഭാവം കണ്ട് ചിരിയോടെ തിരിഞ്ഞു നടക്കുമ്പോഴാണ് തൻ്റെ അമ്മക്കൊപ്പം നടന്നു വരുന്ന പാട്ടിയെ കണ്ടത്. മോഹിനി, അവൾ എതുക്ക് അന്ന് നസ്രാണി ചെക്കനെയും കൂടി ക്ഷേത്രത്തിലേക്ക് വന്നത്? ഡെവിയെ കണ്ടതും പാട്ടി ഇഷ്ടപ്പെടാതെ മിത്രയുടെ അമ്മ മോഹിനിയോട് പതിയെ ഇഷ്ടക്കേടോട് പറഞ്ഞു. അതിനെന്നെ അമ്മ, ഇനി ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട. ഒരുവിധം അവളുടെ പിണക്കം മാറി വരുന്നേ ഉള്ളൂ. മോഹിനി പാട്ടിയെ ഓർമ്മിക്കും വിധം പറഞ്ഞതും അവർ താല്പര്യമില്ലാത്ത വിധം കനത്തിലൊന്നും മൂളിയവർ മിത്രക്കരികിലേക്ക് നടന്നു. കുഞ്ഞി, മിത്രയെ കണ്ടതും പാട്ടി വന്ന് മിത്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു. ഹാപ്പി ബർത്ത്ഡേ പാട്ടി. മിത്ര തിരിച്ചവരെ കെട്ടിപ്പിടിച്ച് കവളിൽ ചുംബിച്ച് ബൈക്കിലുള്ള സമ്മാനപതി പാട്ടിക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. താങ്ക്സ് പാപ്പ. അല്ല, ഇതുക്കുള്ളിൽ എന്നാ? അതോ പാട്ടിക്ക് വേണ്ടി എൻ്റെ വകയൊരു ചിന്ന ഗിഫ്റ്റ്. മിത്ര ചിരിയോടെ പറഞ്ഞു കേട്ട് അവരവളെ നോക്കി ചിരിച്ച് സമ്മാനപതി ഡ്രൈവറെ വിളിച്ച് കാറിൽ കൊണ്ടുവെക്കാൻ ഏൽപ്പിച്ചു. ഇന്ന് ரொம்ப അഴകാ ഇരിക്ക്, കണ്ട ദേവത പോലെ ഇരിക്ക്. മിത്രയെ നോക്കി ഇത്തിരി കരിയെടുത്ത് അവളുടെ ചെവിക്ക് പിറകിൽ തൊട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഒന്ന് പോ പാട്ടി. മിത്ര പാട്ടി പറഞ്ഞത് കേട്ട് ചിരിയോടെ പാട്ടിയുടെ കവളിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ വന്നിട്ട് കുറേ നേരമായോ? അങ്ങോട്ട് വന്ന മോഹിനി ഡെവിയെ നോക്കി ചിരിയോടെ ചോദിച്ചു. ഏയ് ഇല്ല, വാ നമുക്ക് തൊഴുതിട്ട് വരാം. ഡെവി ചിരിയോടെ മോഹിനിക്ക് മറുപടി കൊടുക്കുന്നത് കണ്ടതും പാട്ടിന് ഇഷ്ടപ്പെടാതെ മിത്രയുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞതും പാട്ടി ഡെവിയെ മൈൻഡ് ചെയ്യാത്തത് കണ്ട് മിത്രയ്ക്ക് വിഷമത്തോടെ ഡെവിയെ നോക്കിയതും ഡെവി ഒന്നുമില്ലെന്ന രീതിയിൽ ചിരിയോടെ കണ്ണും ചിമ്മി കാണിച്ച് കൈകൊണ്ട് തൊടാൻ പോകാൻ ആംഗ്യം കാണിച്ച് മിത്ര ബൈക്കിൽ ചാരി നിൽക്കുന്ന ഡെവിയെ നോക്കി വാടിയ പുഞ്ചിരി നൽകി അവരുടെ കൂടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. മിത്ര എല്ലാവരുടെയും പേരിൽ വഴിപാട് കഴിപ്പിച്ചതൊന്നും പാട്ടിക്ക് ഇഷ്ടമായില്ലെങ്കിലും എന്തേലും പറഞ്ഞ് അവളുടെ മനസ്സിൽ തങ്ങളോടുള്ള നീരസം വളരെയൊന്നും തോന്നിയത് കൊണ്ട് മാത്രം പാട്ടി മിണ്ടാതെ വാപോട്ടി നിന്നു. തൊഴുതിറങ്ങുമ്പോഴാണ് മിത്രയുടെ കണ്ണിൽ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ഓടി നടക്കുന്ന ഒരു കുഞ്ഞിലുടക്കിയത്. അമ്മ പിടിക്കാൻ വരുന്നത് കണ്ട് കാല് വെച്ച് വെച്ച് തിരിച്ചുകൊണ്ട് ഓടിയുന്ന കുഞ്ഞിക്കുറുമ്പനെ കണ്ടതും മിത്ര ചിരിയോടെ നോക്കി നിന്നു. എന്നാ കുഞ്ഞി ഇപ്പടി നോക്കുന്നത്? ഉനക്കും വേണ്ടേ ഇതുപോലൊരു കുഴന്ത? മിത്രയെ കുഞ്ഞിനെ ചിരിയോടെ നോക്കി നിൽക്കുന്ന കണ്ട് പാട്ടി മനസ്സിൽ പലതും കരുതി അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചതും മിത്ര അതേന്ന രീതിയിൽ മുഖം മുന്നിച്ചു. അവളുടെ കവളുകൾ ചുമന്നു വരുന്നത് കണ്ട് പാട്ടിയുടെ മുഖം ഇരുണ്ടു. നീങ്ക വേളി കഴിഞ്ഞിട്ട് ഇന്ത്യക്ക് ഒരു വർഷാകലേ, ഇനിയും ഉനക്ക് വിശേഷം ആവില്ലേ? പാട്ടിയുടെ ചോദ്യം കേട്ടതും മിത്രയുടെ മുഖത്ത് ചിരിമാഞ്ഞു. ഇല്ല പാട്ടി, അതെന്നാച്ച് നിങ്ങൾക്ക് ഏതാവത് പ്രശ്നം ഇരിക്കാം, അതാണോ നിനക്ക് വിശേഷം ഒന്നും ആകാത്തത്? പാട്ടിയുടെ മുന വെച്ചുള്ള ചോദ്യം കേട്ടതും മിത്രയുടെ മുഖം പാടി. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? അവൾ പഠിക്കല്ലേ, അല്ലാതെ അവർക്കൊരു കുഴപ്പമുണ്ടാകില്ല. പാട്ടി പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മോഹിനി പറഞ്ഞു. കുഴന്ത പിറന്നാലും പഠിക്കാലോ. പാട്ടി വിടാൻ ഉദ്ദേശിക്കാതെ വീണ്ടും പറഞ്ഞു. അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ, അമ്മ അതിൽ അഭിപ്രായം പറയണ്ട. മോഹിനി ഇഷ്ടക്കേടോട് ശബ്ദം കടുപ്പിച്ച് പറഞ്ഞതും പാട്ടി വാകൂട്ടി. അമ്മ പാട്ടി, ഞാൻ പോവാ, ഇന്ന് ക്ലാസ് ഉള്ളതാ, ഇനി നിന്ന വൈകും. മിത്ര ഇരുവരോടും യാത്ര പറഞ്ഞ് തെളിച്ചമില്ലാത്ത മുഖത്തോടെ തിരിഞ്ഞു നടന്നതും താൻ പറഞ്ഞതെല്ലാം ഇനി അവളുടെ മനസ്സിൽ കിടന്ന് പുകയുന്നെന്ന് ഓർത്തതും പാട്ടി സന്തോഷത്തോടെ അവൾ പോകുന്നത് നോക്കി നിന്നു. തെളിച്ചമില്ലാത്ത മുഖത്തോടെ നടന്നു വരുന്ന മിത്രയെ കണ്ടതും ഡെവി അവളെ നെറ്റിച്ചു വിളിച്ചു നോക്കി. തന്നെ സംശയത്തോടെ നോക്കി നിൽക്കുന്ന ഡെവിയെ കണ്ടതും മിത്ര മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് അവൾക്കരികിലേക്ക് നടന്നു. കാത്തിരുന്ന് മടുത്ത് ചായ? ഡെവി ഇങ്ങോട്ടെന്തെങ്കിലും ചോദിക്കും മുമ്പായി മിത്ര വേഗം അവനോട് ചോദിച്ചു. ഇല്ല, നിന്റെ മുഖം എങ്ങനെ വാടിയിരിക്കുന്നത്, എന്തു പറ്റി? ഡെവി മിത്രയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏയ് ഒന്നുമില്ലല്ലോ, ഈ ചാന് വെറുതെ തോന്നുന്നതാണ്. പതർച്ച മറച്ചു വെച്ച് ഡെവിയെ നോക്കി ചിരിച്ച് വിരലിൽ ചന്ദനം തൊട്ടെടുത്ത് ഡെവിക്ക് തൊട്ടു കൊടുത്തുകൊണ്ട് പറഞ്ഞു. എനിക്ക് തോന്നിയൊന്നല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ.
ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, ഇജാ വണ്ടി എടുക്കാൻ നോക്കും, അല്ലെങ്കിൽ കോളേജിൽ എത്താൻ വൈകും. വേഗം വിഷയം മാറ്റിക്കൊണ്ട് അതും പറഞ്ഞ് മിത്ര ബൈക്കിൽ കയറി ഡെവിയെ ചുറ്റിപ്പിടിച്ചിരുന്നതും മിററിലൂടെ മിത്തിയെ ഒന്ന് നോക്കി ബൈക്ക് മുന്നോട്ടെടുത്തു വന്നു. ഇതെന്താ പോയ പോലെ അല്ലല്ലോ വരവ്, എന്തു പറ്റി? വീട്ടിലേക്ക് വന്ന മിത്രയുടെ മുഖം കണ്ട് ഉമ്മർത്ത് സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുന്ന കുഞ്ഞൂട്ടൻ അകത്തേക്ക് കയറി വന്ന മിത്രയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ചേട്ടത്തിയുടെ കുണസ്റ്റ് പിടിച്ച പാട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, പാട്ടൊന്നും പറഞ്ഞില്ല, എല്ലാം നിനക്ക് തോന്നുന്നതാ, എനിക്കൊരു കുഴപ്പമില്ല. മിത്ര അത് പറഞ്ഞ് ഇനി ആർക്ക് സംശയം തോന്നുന്നത് കേട്ട് സങ്കടം മറച്ചു പിടിച്ച് മുഖത്ത് സന്തോഷം പരത്തി നിന്നു. ആഹാ, നിങ്ങൾ വന്നോ? ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങി ഉമ്മറത്തേക്ക് വന്ന ഐസക് മിത്രയെയും ഡെബിയെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇന്നെന്താ അപ്പം നേരത്തെ ഇറങ്ങുന്നത്? ഡെബി ഐസക്കിനെ നോക്കി സംശയത്തിൽ ചോദിച്ചു. ഇവൻ ഇന്ന് മോർണിംഗ് ക്ലാസ് ഉണ്ട്, അപ്പൊ ഇവനെ സ്കൂളിലാക്കി സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാമെന്ന് കരുതി. ഐസക് ഷർട്ടിന്റെ കൈ തുരത്ത് വെച്ച് കുഞ്ഞുട്ടനെ നോക്കി ഡെബിയോട് പറഞ്ഞു. ഡാനി എവിടെ അപ്പച്ചാ? മിത്രവൻ അവിടെ എവിടെയും കാണാത്തത് കൊണ്ട് ചോദിച്ചു. ഇന്ന് ക്ലാസ്സില്ലെന്ന് പറഞ്ഞ് എണീറ്റിട്ടില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങാം, രണ്ടുപേരും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കോളേജിൽ പോകാൻ നോക്ക്. അതും പറഞ്ഞ് ഐസക്ക് പോയി സ്കൂട്ടർ ഓണാക്കിയതും കുഞ്ഞുട്ടൻ വേഗം പോയി സ്കൂട്ടറിന്റെ പിറകിൽ കയറിയിരുന്ന് മിത്രയെയും ഡെവിയെയും നോക്കി കൈവീശി കാണിച്ചു. അപ്പച്ചൻ സ്കൂട്ടർ അവിടുന്ന് പോയതും ഡെവി വേഗം ഉള്ളിലേക്ക് നടന്നതും കാര്യം മനസ്സിലായ മിത്ര ഓടിപ്പോയി ഡെവിയെ തടഞ്ഞു. വേണ്ട ചായ, അവൻ ഉറങ്ങിക്കോട്ടെ. മിത്ര ഡെവിയുടെ കയ്യിൽ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. എക്സാം അടുത്തിരിക്കാൻ ദേവ, അവൻ ആ ബോധമൊന്നും ഉണ്ടാകില്ല. അത് ചായന് തോന്നുന്നതാ, എക്സാമാണ്, പഠിക്കണമെന്ന് ചിന്തയ്ക്ക് അവനുണ്ട്. എന്നും കാലത്ത് എണീക്കുന്നതല്ലേ, ഇന്നെങ്കിലും കുറച്ചു നേരം കിടന്നോട്ടെ. അത് പറഞ്ഞ് മിത്ര ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഡെവിയെ പിടിച്ചു വലിച്ച് അടുക്കളയിലേക്ക് നടന്നു. നെയ്യെന്താ കഴിക്കുന്നില്ലേ? ഭക്ഷണം കഴിക്കാതെ എന്തോ ആലോചിച്ച് പ്ലേറ്റിൽ നുള്ളിപ്പെറുക്കിയിരിക്കുന്ന മിത്രയെ നോക്കി ഡെവി ചോദിച്ചു. മിത്ര വേഗം മൂളിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങി. എന്താ നിനക്ക് പറ്റിയത്? സത്യം പറ ദേവാ. ഡെവിയുടെ ചോദ്യം കേട്ടതും മിത്ര പിന്നെ ഒന്നും വിളിച്ചു വെക്കാതെ പാട്ടി പറഞ്ഞതെല്ലാം ഡെവിയോട് പറഞ്ഞു. എൻ്റെ കൊച്ചേ, ഈ ഒരു നിസ്സാര കാര്യത്തിനാണോ ഇങ്ങനെ ചിന്തിച്ച് മുഖവും പാടിയിരിക്കുന്നത്? മിത്ര പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ട് ഡെവി ചോദിച്ചു. നിസ്സാര കാര്യോ? പാട്ടി പറഞ്ഞതുപോലെ നമ്മുടെ കല്യാണം കഴിച്ച് ഒരു വർഷമാകാൻ പോകുന്നു, നമുക്ക് വേണ്ട ഒരു കുഞ്ഞ്. മിത്ര ഡെവി ചിരിക്കുന്നത് കണ്ട് ഇഷ്ടപ്പെടാതെ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വേണം, പക്ഷെ ഇപ്പോഴല്ല. നീ പഠിക്കുകയാണ്, നിന്റെ പഠനമൊക്കെ കഴിഞ്ഞ് നിനക്ക് സ്ഥിരമായ ജോലി കിട്ടി, നീ സ്വന്തം കാര്യം നിൽക്കാനായിട്ട് മതി. ഡെവി ഭക്ഷണം കഴിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് മിത്ര അന്താളിപ്പോടെ ഡെവിയെ നോക്കി. അത്ര കാലം വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, എൻ്റെ PG കഴിയാനേ ഇനിയുണ്ട് 2 സെമസ്റ്റർ കൂടി. നീ ഒന്ന് പ്രാക്ടിക്കലായി ചിന്തിക്ക് ദേവാ. എന്ത് പ്രാക്ടിക്കല്? കൊച്ചുങ്ങളുണ്ടായിട്ട് പഠിക്കാൻ പോകുന്നവരും ജോലിക്ക് പോകുന്നവരും ഉണ്ട്, ഞാനും അങ്ങനെ പൊക്കോണ്ട്. ഡെവി പറഞ്ഞത് കേട്ട് മിത്ര മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവരൊക്കെ അതിന് മാത്രം സ്ട്രഗിൾ ലൈഫിൽ എടുക്കുന്നുണ്ട്. നിനക്ക് ജോലി കിട്ടിയിട്ട് വേണം നിന്നെ ജോലിക്ക് വിട്ട് എനിക്ക് എൻ്റെ കൊച്ചുങ്ങളെ നോക്കി വീട്ടിലിരിക്കാൻ. അതുകൊണ്ട് എൻ്റെ കൊച്ചു ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കാതെ നന്നായി പഠിക്കാൻ നോക്ക്. അത് പറഞ്ഞ് ഡെവി കഴിച്ച് കഴിഞ്ഞ് തൻ്റെ പ്ലേറ്റ് നീക്കി വെച്ച് മിത്രയുടെ പ്ലേറ്റ് എടുത്ത് തൻ്റെ മുന്നിൽ വെച്ച് അതിലുള്ള ദോശ മുറിച്ച് കറിയിൽ മുക്കി മിത്രയ്ക്ക് നേരെ നീട്ടി.